സ്നേഹവാനായ സുഹൃത്തുക്കളാവേ, ഞങ്ങൾക്ക് ഒരു വർഷക്കാലം കൂടെ ഇവിടെ പേഴ്സൻ്റെ കൂടാൻ തന്നെ കൃപകൾക്കായി നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ശ്രമിക്കുന്ന വിജയത്തിലൂടെ എല്ലാം അങ്ങയോട് സംസാരിക്കണമേ. ശ്രമിക്കുന്ന വിജയങ്ങളെയും കുറിച്ച് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന അടിയനെയും ഞങ്ങളുടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനാണ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മാത്രം കാലത്ത് ഇവിടെ ഒരു പ്രസംഗിക്കാനായിട്ട് ഒരു അവസരം തന്ന അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും കോയങ്ങളോടുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പ്രസംഗിക്കുന്ന ഒരു വേദിയിലായിട്ട് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ യൂത്തിൻ്റെ ആണെങ്കിൽ കലാമേളയ്ക്കൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാൽ 5 മിനിറ്റ് മുമ്പേ നമുക്ക് വിഷയങ്ങൾ വരും. അന്നേരം ഒരു നല്ല പ്രിപ്പറേഷനും കാര്യങ്ങളും നമുക്കൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഒരു ഉൾപ്പെടെ കൊണ്ട് നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ അച്ഛനെ 1 മാസക്കാലം മുമ്പേ നമുക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ വിഷയം ഇതാണെന്ന് പറഞ്ഞൊരു കൃത്യമായിട്ട് പോലെ തന്നിരുന്നു. ഞാനപ്പോൾ അതേ അത്യാവശ്യം എന്നെക്കൊണ്ട് ആവുന്നവർക്ക് വലിയ പ്രിപ്പയർ ചെയ്തു. ആദ്യമായി തന്നെ കോഴ്സസ് അസോസിയേഷൻ്റെ വകയായിട്ടുള്ള ആശംസകൾ എല്ലാവർക്കും അധികം അറിയിക്കുന്നു ഞാൻ. കൂടാതെ മഹാരാ കോഴ്സസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളായ കൺവെൻഷൻ പാർക്കുകൾ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് കരോക്കയുടെ കൂടി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ കോഴ്സൻ്റെക്കുള്ള കവറുകൾ ഒരാഴ്ചക്ക് മുന്നേ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഇടവകാചാരങ്ങളും നമ്മുടെ ഈ കോരങ്ങളെല്ലാം അതിൽ ഒരു പങ്ക് കൊള്ളണം. അതായത് സംഭാവനകളൊക്കെ നമ്മൾ സഹായിക്കണമെന്ന് ഞാൻ ഇതിനാൽ അപേക്ഷിച്ചു. മഹായോഗയായി നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന വിഷയം വിശ്വാസം കണ്ടാൽ പാടുക എന്നതാണ്. ഒരു കാര്യം ഓർമ്മിച്ചാൽ ഇവിടെ നമുക്ക് നമ്മുടെ കൊയറിൻ്റെ ഒരു യൂണിറ്റ് രജിസ്ട്രേഷൻ സെപ്റ്റംബർ 30-ാണ്. അപ്പം അതിനെ ഡേറ്റ് ചെയ്ത് വെക്കണമെന്ന് വെച്ചു. അപ്പം പ്രശ്നത്തിലേക്ക് ആദ്യം തന്നെ ഒരു കഥ പറഞ്ഞില്ല. ഒരിക്കലും ഒരു കൊയർ മാസ്റ്റർ തൻ്റെ ഗായക സംഘത്തിൻ്റെ കൺസേർട്ട് ആ ഒരു പെർഫോമൻസ്, അത് കൺസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പരിപാടി, ഒരു വലിയ ലൈവ് പെർഫോമൻസ് പോലാണ്. അപ്പം ആ ഒരു പരിപാടിക്ക് ദിവസങ്ങൾ മുമ്പേ മരിച്ചു. അപ്പം ആ ഒരു കൊയർ മാസ്റ്റർ ആണെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ദൈവം ചോദിച്ചു, എന്താണ് എൻ്റെ ആഗ്രഹം, എന്താണ് അവസാനത്തെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പം കൊയർ മാസ്റ്റർ പറഞ്ഞു, എനിക്ക് എൻ്റെ ആ ഒരു ഞാൻ ട്രെയിൻ ചെയ്ത ആ ഒരു കൊയറിൻ്റെ ഒരു കൺസേർട്ട് കേൾക്കണമെന്ന്. അപ്പം ദൈവം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അദ്ദേഹം അപ്പോൾ ആ പാട്ട് കേൾക്കുകയുണ്ടായി. അതായത് അയാൾക്ക് അപ്പോൾ അത് കേൾക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ കൊയർ മാസ്റ്റർ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ദൈവം പറഞ്ഞു, ആത്മാവിൽ പാടുന്നവരുടെ ശബ്ദം മാത്രമേ സ്വർഗത്തിൽ കേൾക്കൂ. അപ്പം നമ്മൾ എല്ലാവരും കൊയറായിട്ട് നമ്മളിവിടെ വന്നു കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പള്ളിക്ക് അത്യാവശ്യം നല്ലൊരു കൊയറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കണം, എന്താണ് ഒരു കൊയർ? എന്താണ് ഒരു കൊയർ? ഇത്ര പറയുന്നത് അതിന് പറയാം. ഇവിടെ പറഞ്ഞു വേറായിട്ട് ഇരുന്നില്ല. നമ്മളൊക്കെ പാട്ടി സംരക്ഷിക്കുന്ന കാര്യം അതൊക്കെ മാത്രമല്ല, നമുക്ക് നമ്മൾ കൊയർന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിനൊരു അർത്ഥം വരും. അതാണ് ചോദിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ്, അതായത് ഒരു കൂട്ടം ഗായകരുടെ ഒരു കൂട്ടം എന്നതിനെ നമുക്കൊരു കൊയർ എന്ന് പറയാം. ഈ കൊയർ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ ഒരു ഓൾഡ് ഫ്രഞ്ച് വാക്കാണ്. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, നമ്മൾ ആർക്ക് തുല്യമാണ് ശരിക്കും? നമ്മൾ ഈ പാട്ടുകൾക്ക് നമ്മുടെ പള്ളിയിൽ പാടുന്നു, നമ്മൾ ആർക്ക് തുല്യമാണ്? എന്നാലും നമ്മൾ മാലാഖമാർക്ക് തുല്യമെന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഇപ്പൊ പാട്ടെന്നുള്ളത് നമ്മൾ വേറെ വാക്ക് സംഗീതം. സംഗീതത്തിന്റെ ഒരു അർത്ഥം എന്താണ് പിള്ളേർ പറയാം? സംഗീതം എന്താണ്?
പറയാമോ സംഗീതം എന്താണ്? ഒരു നല്ല പാട്ട്, ഒരു നല്ല ഗീതം എന്നതാണ് ഒരു സംഗീതം എന്നൊരു വാക്കിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ഒരു മാർഗം. നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ പാട്ട് പാടാൻ അറിയാത്തവരുണ്ടാകും, പാട്ട് പാടുന്നവരുണ്ടാകും. അതൊന്നും പക്ഷേ നമ്മളിപ്പം നമ്മുടെ ഒരു പുറത്തൊരു വേദിയിലാകട്ടെ, അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ 4 പേര് കൂടുന്നിടത്ത് ഒരു കൂട്ടുകാരുടെ മുന്നിലാകട്ടെ, നമ്മൾ ജസ്റ്റ് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കളിയാക്കി എന്ത് പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കളിയാക്കിയ വാക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ജീവിതത്തിൽ ഒരു മൂളിപ്പാട്ട് പോലും നമ്മൾ പാടാത്തവരായിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പാട്ടുകളെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അത്രമാത്രം ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവിക ദാനമായിട്ടാണ് നമ്മൾ ഒരു പാട്ടിനെ അല്ലെങ്കിൽ ഒരു സംഗീതത്തെ നമ്മൾ പറയപ്പെടുന്നത്. അതായത് ഒരു മനുഷ്യന്റെ സങ്കടം, നിരാശ, നോവ്, പിന്നെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു ഘടകം അതായത് ഈ പാട്ടിനുണ്ട്. അതുകൊണ്ടാണ് ആരാധനയിൽ പാട്ടിന് എപ്പോഴും നല്ലൊരു പ്രസക്തി ഉണ്ടാകുന്നത്. പിയൂസ് 10 മാർപ്പാപ്പ പാട്ടിനെ പറ്റി പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്തിസാന്ദ്രമായ ആരാധനയെ പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ പൂരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതായത് ഭക്തിസാന്ദ്രമായ ആരാധനയെ പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ പൂരിപ്പിക്കുന്ന ഒരു ഘടകം. അങ്ങനെ ആരാധനയെ നമ്മുടെ പാട്ടുകൾ നമ്മൾ പാടുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസത്തെയും ദൈവാശ്രയത്തെയും ദൈവസ്നേഹത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് നമുക്ക് അറിയണം, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. അപ്പം ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് ഒരു 3 ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മ്യൂസിക് എംബോഡീസ് ആൻഡ് ഫെയ്ത്ത്, അതായത് സംഗീതം വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ടിൽ നിന്നാണ് കീർത്തനം 198. ഈ കീർത്തനം 198 ഒന്നാമത്തെ ചരണം. ഒരു പാട്ട് പാടാം. കീർത്തനം 210 മൂന്നാമത്തെ 4-ാമത്തെ ചരണം. കീർത്തനം 210 മൂന്നാമത്തെ 4-ാമത്തെ ചരണം.
വിശ്വാസത്തിന്റെ ശോഭന ഇതെന്നു മറന്നു പോയോ നീ കാത്തിരിക്ക കർത്താവിനായി നീ കാത്തിരിക്ക കർത്താവിനായി ഈ രണ്ട് വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്ന കാര്യങ്ങളുണ്ട്, മനസ്സിലായ കാര്യങ്ങളുണ്ട്. അപ്പൊ 198 പാട്ടിനകത്ത് മനസ്സിലായി. നമുക്ക് ഇവിടെ ദൈവത്തിന്റെ ഒരു വിശ്വാസം പറഞ്ഞത് പോയിട്ട് തെറ്റാണല്ല. നമ്മുടെ ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ പാട്ടിലൂടെ നമ്മുടെ ദൈവത്തിന്റെ ഒരു വിശ്വാസത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഒന്നും ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കെങ്കിൽ ഓരോ നിമിഷവും നിന്റെ ആയുസിന്റെ കാലത്തിൽ ഞാൻ ചെയ്തിരുന്നത് നീ അറിഞ്ഞില്ലായെങ്കിലും നിങ്ങളെങ്കിൽ വരുവാൻ ഞാൻ താമസിക്കുന്നു, ഇന്നൊന്നും ഭയപ്പെടേണ്ട. അതുപോലെയാണ് 210 പാട്ടിന്റെ 3-ാമത്തെ ചരണം. കർത്താവോട് അവർ ഓടിയാൽ നിന്നോട്ടമില്ല ആയുസ്. അതായത് കർത്താവിനോട് ചേർന്ന് കഴിഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് നിന്നല്ല, കർത്താവിനെ മറന്ന് ഓടിയാൽ നമ്മളുടെ ഓട്ടമല്ല, അതായത് നമ്മുടെ ആ പോക്കെല്ലാം വെറും ആലസ്യമായി പോകും. അതായത് പിന്നെ ദൈവത്തോട് കൂടെ നടന്നാൽ എല്ലാ അധ്വാനവും മാധുര്യമായി മാറും. അതുകൊണ്ടാണ് 4-ാമത്തെ വരി, നിൻ കണ്ണുനീരിൻ പ്രാർത്ഥന താൻ കേൾക്കാതിരിക്കും. അതായത് നമ്മുടെ പ്രാർത്ഥന, അതായത് നമ്മൾ കണ്ണുനീര് ഒഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കാതിരിക്കുന്നില്ല. അത് എനിക്ക് നല്ല അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അപ്പൊ പിന്നെ വിശ്വാസത്തിന്റെ ശോധന ഇതൊന്നും മറന്നുപോകും. അപ്പൊ ദൈവത്തിന്റെ ഒരു വിശ്വാസത്തെയാണ് നമ്മൾ ഈ ഒരു പാട്ടുകളിലൂടെ നമ്മൾ കാണുന്നത്. സിംഗിങ് ഈസ് നോട്ട് എ പെർഫോമൻസ് ബട്ട് എ മിനിസ്ട്രി. അതായത് സംഗീത ശുശ്രൂഷ എന്നത് ഒരു പ്രകടനമോ ഒരു പ്രദർശകമോ അല്ല. ഒരു കൊയറിന്റെ പാട്ടുകൾ വിശ്വാസത്തിന്റെ ആവിഷ്കാരവും പിന്നെ പ്രഘോഷണവുമായിരിക്കും. ഇന്ന് നാം 1-ാം പാഠമായി വായിച്ചു കേട്ട 2 ദിനവൃത്താന്തം 20-2-4 വരെ നമ്മളതിനെ കേട്ടുള്ളൂ. പക്ഷെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോവാബിനും അമ്മോന്യരും പിന്നെ ഒരു യുദ്ധങ്ങളുടെ സന്നാഹവും ഒരുക്കുമ്പോഴത്തേക്ക് യഹോശാഫാത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ, ആ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ ഫലമായിട്ട് യഹോശാഫാത്തിന് ഒരു വിശ്വാസത്തിന്റെ ഒരു ബലം കിട്ടുന്നുണ്ട്. അപ്പം വിശ്വാസത്തോടെ യഹോവയെ ആശ്രയിക്കുമ്പോഴത്തേക്ക് യഹോവ പിന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ആ യുദ്ധം പിന്നീട് വളരെ എന്താണ് ഒരു വിജയകരമായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ലൂക്കോസ് 1:68 മുതൽ താഴെയുള്ള കാര്യങ്ങൾ ഒന്ന് വായിക്കാം. ലൂക്കോസ് 1:68 മുതൽ. ഇന്ന് കൊയർസണ്ടേ അല്ലേ, നമ്മളെല്ലാ വിഷയം പഠിക്കാനും വായിക്കും. ഇന്ന് കൊയറങ്ങൾ വായിക്കും. ആ വായിക്കാനും നയിക്കൂടാതെ
അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ വായിച്ചു കേട്ടു. ഈ വായിച്ച ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടാൽ ജോഹാൻ അറിയോ? ജീവൻ ഡാരിസ് മാനൻ വേറെ ആർക്കും അറിയോ? നമ്മൾ പറഞ്ഞു സെക്കരിയാവിന്റെ പാട്ട്. അതായത് നമ്മൾ 4 ഞായറാഴ്ചകളിൽ നമ്മുടെ ആരാധനയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ എല്ലാ ആഴ്ചകളും എല്ലാ 4 ഞായറാഴ്ചകളിലും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് സെക്കരിയാവിന്റെ പാട്ട്. ആ ഒരു കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ. അപ്പൊ യോഹന്നാൻ സ്നാപകന് കർത്താവിന്റെ യേശു കർത്താവിന് മുന്നോടിയായിട്ട് പറഞ്ഞ പ്രകാരം സെക്കരിയാവ് സ്തുതിയുടെ ഒരു ഗീതം അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഒരു ദൈവസന്നിധിയിൽ പുരോഹിതന്മാരുടെ ആ ഒരു ശുശ്രൂഷ ആത്മാവിൽ നിറഞ്ഞ് പാടിയതാണ് ഈ ഒരു സെക്കരിയാവിന്റെ പാട്ട് എന്നത്. അപ്പം ഇവിടെ നമ്മൾ പാട്ട്, അതായത് സംഗീതത്തിന്റെ പ്രാധാന്യത്തെയാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരാധനയിൽ എത്രത്തോളം ഒരു പാട്ടിന് ഒരു പ്രാധാന്യമുണ്ടെന്നുള്ളത് അവിടെ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. Choir ministry is more than melody. It is the ministry of faith, affirmation even in the face of struggles, doubts and tension. അതായത് ശ്രവണസുന്ദരമായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, മറിച്ച് ഒരുവിന്റെ ജീവിത നിരാശകളിൽ, സംശയങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ വിശ്വാസത്തോടെ നിലനിൽക്കാനുള്ള ദൈവാശ്രയ ബോധം പകരുക എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കീർത്തനം 192 പാട്ടിൽ നമ്മൾ ഇങ്ങനെ പാടുന്നത്. ഒന്ന് നമുക്ക് ചേർന്ന് നോക്കാം. കീർത്തനം 192. ഇവിടെ നമുക്ക് ഈ പാട്ടിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഭൂലോകമ അനന്തരത്തിലൂടെ ആന്തോറുമുള്ള യാത്ര ഞാൻ ക്ഷീണിച്ച് കാൽവരെ കൊള്ളുന്നതാണ്. അതായത് ഒരു യാത്രയിലൂടെ എന്താണ് യാത്ര ചെയ്ത് നമ്മുടെ ക്ഷീണിച്ച് കാൽവരൊക്കെ കൊഴിഞ്ഞ് ഒരു യേശുവിൻ്റെ സ്നേഹമാ മടിയിൽ നമ്മൾ ആശ്രയത്തിനായി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അനുഗ്രഹം, അതുകൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ വായിച്ച അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിച്ച ഈ ഒരു പ്രതിഫലനം അത് നമ്മളെപ്പോഴും ജീവിതത്തിൽ ഒരു മാറ്റമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. 1874 അതിൻ്റെ 38-ാം വയസ്സിൽ ഒരു ഹാവർഗർ എന്നൊരു പെൺകുട്ടി ഒരു സുശേഷ യോഗത്തിൽ വെച്ച് തന്നെ മുഴുവനായി ദൈവത്തിലേക്ക് അർപ്പിച്ചു. ദൈവത്തിന് വേണ്ടി പാടുവാനായിട്ട് അവളുടെ സ്വന്തം ശബ്ദം തന്നെ ദൈവത്തിന് വേണ്ടി നൽകി. അപ്പം ദൈവം അവളെ നല്ല രീതിയിൽ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം അവൾക്ക് ചൊരിയുകയും ചെയ്തു. അവളുടെ തന്നെ പൊന്ന് വെള്ളി കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചു. അത് എന്നിട്ട് അവൾ എഴുതിയൊരു പാട്ടാണ് ടേക്ക് മൈ ലൈഫ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി കൺസിക്രേറ്റഡ് ലോർഡ് ടു ദീ ടേക്ക് മൈ ഹാൻഡ് ആൻഡ് ലെറ്റ് ദം ദി ഇമ്പൾസ് ഓഫ് ലൈഫ്. അതായത് കീർത്തനം 230 പാട്ടായ സ്വീകരിക്കും ജീവനെ നിനക്കായ യേശുവേ ഓരോ ശ്വാസത്തോടും ഞാൻ ചൊല്ലട്ടെ അല്ലെങ്കിൽ. നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല നല്ല പാട്ടുകളെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാനും നമ്മുടെ ജീവിത വിശുദ്ധിയിൽ ദൈവത്തെ പാടി ശ്രമിക്കാനുള്ള ഒരു അവസരമായിട്ടാണ്, അല്ലെങ്കിൽ വേറൊരു വേള എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും.
അപ്പം നമ്മൾ ആ ഒരു പാട്ടിനെ ഓരോ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ കൂടുതൽ ആരാധിക്കുകയും ദൈവത്തിന് കൂടുതൽ പ്രസാദം തോന്നുകയും ദൈവത്തിലൊക്കെ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ കൂടുതൽ പ്രസാദിക്കുകയൊക്കെ ചെയ്യും. ഓരോ പാട്ടും മുഴുവൻ ജനങ്ങളുടെയും ഒരു ക്രിസ്തീയ സാക്ഷ്യത്തിന് പ്രഖ്യാപനം, അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റുപറച്ചിൽ ആകും. ഞാൻ എനിക്ക് എൻ്റെ വാക്കുകൾ ഒരു പാട്ടുകാരനെ ഒരു ഗായക സംഘത്തെ മാത്രമല്ല, മറിച്ച് അതിൽ പങ്കുചേരുന്ന എല്ലാവരെയും സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കീർത്തനം 24-ാമത്തെ കോറസായിട്ടുള്ള കീർത്തനം 24 കോറസ് പാടണ്ട, നിൻമഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിരുന്നു. അവിടെ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ എന്നൊരു വാക്ക് അവിടെ വരുന്നുണ്ട്. അതുകൂട്ടാണ് കീർത്തനം 208-ന്റെ ഒരു വരികളിലൂടെ തന്നെ വരുന്ന എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പാപം എന്നിൽ നിന്ന് നീക്കാൻ രക്തം ചിന്തി യേശു. അവിടെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. പിന്നെ കീർത്തനം 247-ല് എൻ യേശു എൻ പ്രിയൻ എനിക്കുള്ളൂ. അവിടെ യേശു എൻ പ്രിയൻ, അതായത് അവിടെ ഞാൻ എന്നുള്ളൊരു വാക്കിനെ ഉൾപ്പെടെ ഒരു വേറൊരു വാക്കായുള്ള എൻ്റെ യേശു എന്നുള്ള ആ ഒരു വാക്കാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിന്ന് രാവിലെ പാടിയ കീർത്തനം 231-ന്റെ പീഠത്തിന്മേൽ എന്നെ ഞാൻ വെച്ച് തീക്കായി കാക്കും. ഇവിടെ നമുക്ക് ഒരു ഞാൻ എന്നുള്ളൊരു വാക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിലെ ഞാൻ എന്നുള്ളത് ഒരു ആരാധകരായ നാം ഓരോരുത്തരെയും സൂചിപ്പിക്കുന്നു. അത് എന്താണ് പറയുന്നത്, ഇതിലെ ആരാധകരായ നാം ഓരോരുത്തരുമാണ് അംഗീകരിച്ച് പാട്ടിനെ നമുക്ക് പങ്കുചേരാനായിട്ട് നമുക്ക് കഴിയും. അടുത്തതായിട്ട് മ്യൂസിക് അസേർഷൻ ഓഫ് ബ്ലെസ്സിങ്സ്, അതായത് സംഗീതം എന്നത് ഒരു അനുഭവിച്ച നന്മകളുടെ ഒരു പ്രഘോഷണമാണ്. മുമ്പത്തെ കൂടെ നമുക്ക് ഒരു പാട്ട് ആദ്യം തന്നെ നമുക്ക് പാടാം. കീർത്തനം 276, അതിന്റെ 3-ാമത്തെ ശരണം. കീർത്തനം 276, 3-ാമത്തെ ശരണം. ഇവിടെ നമുക്ക് എന്താണ് കാണാനുള്ളത്? അതായത് ഇവിടെ നമുക്ക് ഒരു സംഗീതത്തിന്റെ ജ്ഞാനത്താലല്ല എൻ്റെ യേശുവെ മാത്രം ഞാൻ സ്തുതിക്കും, എൻ്റെ സംഗീതത്തിന്റെ ജ്ഞാനത്തിലല്ല എൻ്റെ യേശുവെ ഞാൻ സ്തുതിക്കുന്നുണ്ട്. പൂർണ്ണ പ്രാപ്തിയുള്ള കാലമല്ല, അതായത് എനിക്ക് ജീവനുള്ള കാലമല്ല, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ, എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. അതായത് സങ്കീർത്തനം 103 നമ്മൾ വായിക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം കൊണ്ട് മറക്കരുത് എന്നാണ്. ദൈവത്തിന്റെ ഒരു സ്തുതിയാണ് നമുക്ക് ആ ഒരു സങ്കീർത്തനത്തിലൂടെ, നമുക്ക് ഈ ഒരു പാട്ടിലൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് നന്മകൾ അനുസരിക്കും. ആരും നമുക്ക് ആ ഒരു സമയത്ത് എന്താണ് നമുക്കൊരു ആശ്രയമായിട്ട് നമുക്കില്ല. എല്ലായ്പ്പോഴും നമുക്ക് ദൈവം ആണ്. എല്ലായ്പ്പോഴും നമുക്ക് ഏതൊരു വേളയിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആശ്രയം, വലിയൊരു തുണ എന്നുള്ളത് ദൈവത്തിന്റെ ഒരു കാരണമാണ്. എന്നാൽ ബോധപൂർവമോ അല്ലാതെയോ ഈ നന്മകളെ ചിലപ്പോഴെങ്കിലും വിസ്മരിക്കുന്നത് നമുക്കൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ പാട്ടുകളുടെ, അതായത് നമ്മുടെ പാട്ടുകളുടെ നന്മകളുടെ പ്രഖ്യാപനങ്ങളിൽ കൂടെയായി മാറണമെന്ന്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട 118-ാം സങ്കീർത്തനത്തില് അത് ഒരു നന്ദി അർപ്പണത്തിന്റെ വാക്യമായിട്ടാണ് നമുക്കിത് കാണുന്നത്. അതായത് 118-ന്റെ 1, 5, 13, 18, 21. ഒന്നാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? 118-ന്റെ
ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവല്ലോ അവന്റെ ദയയിലേക്കുള്ളത്. അവിടെ ഒരു ദൈവത്തിന്റെ ഒരു സ്തുതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് 5-ാമത്തെ വാക്യം, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചുപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. അവിടെ ഒരു കഷ്ടതയിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം എനിക്ക് അവിടെ നിന്ന് ഉത്തരമരുളി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അടുത്തത് നമുക്ക് 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. അവിടെ നമുക്ക് ദൈവത്തിന്റെ ഒരു കരങ്ങൾ നമുക്ക് വേണ്ടി നീട്ടിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ 18-ാമത്തെ വാക്യത്തിൽ, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമുക്ക് വളരെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ അതൊന്നും താങ്ങാൻ കഴിയാതെ പലരും മരണത്തിന് തന്നെ കീഴടങ്ങിയിട്ടുണ്ട്, പലരും ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുമെന്നതാണ്. അതാണ് യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. അടുത്ത 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും, അവൻ നല്ലവനുണ്ടോ അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. ഇവിടെയും ദൈവത്തിന്റെ ഒരു സ്തോത്രം, അതായത് ദൈവത്തെ പാടി സ്തുതിക്കുക എന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. ഈ വാക്യങ്ങളെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രാപിച്ച നന്മകളോട്, ദൈവിക കൃപകളോട് അല്ലെങ്കിൽ ഉള്ള ഒരു പ്രതികരണവും ഒരു പ്രഘോഷണവുമാണ്. ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു സംഗീതത്തിലൂടെ, സംഗീതത്തിന്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് ഇവിടെ കൈമാറ്റം ചെയ്യേണ്ട വലിയൊരു മെസ്സേജ് എന്നത് എന്താണ്? ഇവിടെ നമുക്കിപ്പോൾ വായിച്ച സങ്കീർത്തനമാണ് നമുക്ക് ആ ഒരു പാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു സംഗീത ശുശ്രൂഷയിലൂടെ നമുക്കിവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. നന്മകൾ മറയ്ക്കുവാനോ അല്ലെങ്കിൽ മറക്കുവാനോ ഉള്ളതല്ല, മറിച്ച് പ്രഘോഷിക്കപ്പെടാനുള്ളതാണ്. അതാണ് നമുക്ക് കീർത്തനം 258-ന്റെ 1, 2, 3, 5 അതിന്റെ ആദ്യത്തെ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കീർത്തനം 258-ന്റെ 1, 2, 3, 5 അതിന്റെ ആദ്യത്തെ വരികൾ. അതായത്, നിൻ കരുണകൾ കർത്താവേ വളരെയാകുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ എന്നെ നീ പരിപാലിച്ചു, ഞാൻ രോഗിയായി കിടന്നപ്പോൾ ആശ്വാസം നീ തന്നു, പാപദുഃഖത്തിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, നിനക്ക് സ്തുതി ദൈവമേ എന്നേക്കും ഞാൻ പാടും. അപ്പൊ ഇവിടെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ദൈവത്തിലേക്കുള്ള ഒരു സ്തുതി. അതായത് നിൻ കരുണകൾ കർത്താവേ വളരെയാകുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ, അതായത് എൻ്റെ ബാല്യം മുതൽ നീ എന്നെ പരിപാലിച്ചു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതുമെല്ലാം നീ അറിയുന്നു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഞാൻ ശിശുവായിരുന്നപ്പോൾ എന്നെ നീ പരിപാലിച്ചു. അതുകൊണ്ട് ഞാൻ രോഗിയായി കിടന്നപ്പോൾ ആശ്വാസം കിട്ടുന്നു. അതായത് നമുക്ക് രോഗശയ്യയിൽ നമുക്കൊരു താങ്ങായി കടലായി, രോഗശയ്യയിൽ ഒരു നല്ലൊരു ഇടയനായി നമുക്ക് ദൈവത്തെ നമുക്ക് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നിനക്ക് സ്തുതി ദൈവമേ. അവസാനം ഈ പാട്ടുകളിൽ അവസാനം നമുക്ക് ദൈവത്തിലുള്ള ഒരു സ്തുതിയാണ് നമ്മളിവിടെ സ്തുതിക്കുന്നത്. നിനക്ക് സ്തുതി ദൈവമേ എന്നേക്കും ഞാൻ പാടും. അപ്പം ഇപ്രകാരം നാം ഇവിടെ പാടുന്ന ഈ അനുഭവങ്ങളെല്ലാം പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിൽ നമുക്ക് എല്ലാം ഗുണകരമായി തീർന്നിട്ടുണ്ട്. എന്നാൽ നന്മകളെ ഓർത്ത് നമുക്ക് പാടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സഭയുടെ ശുശ്രൂഷകളിൽ കൊയറിന്റെ വലിയൊരു സ്ഥാനം അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അത് ഒരാൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഒരു സഭയുടെ ശുശ്രൂഷകൾ കൊയറിന്റെ പ്രാധാന്യം എന്തെന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞത് കൊയർ എന്ന് പറയുന്നത് ഒരു പാട്ടുകൾ, അതായത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മാലാഖമാർക്ക് തുല്യം എന്നതിനാണ്. അതായത് ബിന്ദിഗ്രാം ഈ കൊയർ എന്ന ആ ഒരു വാക്കിനെ പറ്റി നമുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തരത്തിലെ ഒരു വിശേഷണം എന്താണ്? We have a saving faith and God has given us gift of music. അതായത് നമുക്ക് ഒരു ദൈവത്തിൽ ആശ്രയിക്കാൻ, നമുക്ക് ദൈവത്തിലുള്ള ഒരു നല്ലൊരു എന്താണ് പറയുക, ഒരു വിശ്വാസം, നമുക്ക് ദൈവത്തിൻ്റെ വിശ്വാസങ്ങളായിട്ട് നമ്മൾ പാടുന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് നല്ലൊരു ഗാനങ്ങളെ നൽകുന്നുണ്ട്. അതായത് പാട്ടിലൂടെ നമുക്ക് നല്ലൊരു ഗാനങ്ങളെ നമുക്ക് നൽകുന്നുണ്ട്. കൊയർ ഓൾവേസ് സ്പെഷ്യൽ. അതായത് സംഗീതം എന്നത് അല്ലെങ്കിൽ കൊയർ എന്നത് എല്ലായ്പ്പോഴും വളരെ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഒരു വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തരായ ദേവാലയ പാട്ടുകാരുടെ സംഘം എന്ന് നമുക്ക് പാട്ടിൽ അല്ലെങ്കിൽ ഒരു കൊയറെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. एक कोर्स के
ഈസ് നോട്ട് ആൻ എന്റർടൈനർ ബട്ട് എ മിനിസ്റ്റർ ഓഫ് ഗോഡ്. അതായത് ദൈവത്തെ അടുത്തറിയുന്ന നല്ല സംഗീത ശുശ്രൂഷകനാണ്. മൂന്നാമതായി നമുക്ക് ഉള്ള ടോപ്പിക് എന്ന് വെച്ചാൽ മ്യൂസിക് സീസ് വാട്ട് വി ഐസ്. അതായത് സംഗീതം കാഴ്ചക്കപ്പുറത്തേക്കുള്ള ഒരു വീണ്ടെടുപ്പല്ല. സംഗീതം കാഴ്ചക്കപ്പുറത്തേക്കുള്ള ഒരു വീണ്ടെടുപ്പല്ല. ഇന്ന് നമ്മൾ കേട്ട സുവിശേഷ വേദഭാഗം, സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ശിമയോൻ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരുന്ന ഒരാളായിരുന്നു. മിശിഹായുടെ വരവിനായിട്ട് നോക്കി പാർത്തവരാണ്. അതായത് ആ ശിമയോൻ അവസാനം, അതായത് ശിമയോൻ വളരെ ഏറെ നാളായി കാത്തിരുന്ന ആ കാത്തിരിപ്പിനൊടുവിലായിട്ട് ദേവാലയത്തിൽ വെച്ച് യേശുവിന്റെ കരം വഹിക്കുമ്പോൾ നമുക്ക് ക്ഷമ പറയുന്നതാണ് ബാക്കി. അതാണ് ശിമയോൻ പുറമേയുള്ള കണ്ണുകൾ കണ്ട യേശു അവന്റെ വിശ്വാസ കണ്ണിൽ അവൻ കാത്തിരുന്ന ഇസ്രായേലിന്റെ മഹത്വവും ആശ്വാസവും തിരിച്ചറിയും. ഇതുപോലെയാണ് നമ്മുടെ ഓരോ പാട്ടുകളും. അതായത് നമ്മുടെ ഓരോ പാട്ടുകളും ദൈവത്തിന് വേണ്ടിയുള്ള വിശ്വാസ കണ്ണിൽ അവന് കാത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ഒരു മഹത്വം ആശ്വാസവും തിരിച്ചറിയുന്ന ഒന്നാണ് നമ്മുടെ ഓരോ പാട്ടുകളും. ഇത് എല്ലാം കഴിഞ്ഞ അവസാനം എല്ലാം പൂർത്തി കഴിയുമ്പോഴുള്ള ഉറപ്പുകൾ അല്ല നമുക്ക് നൽകേണ്ടത്, മറിച്ച് വരാനിരിക്കുന്ന രക്ഷയുടെ അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിന്റെ ഒരു വിമോചനത്തിന്റെ ഒരു സൗന്ദര്യം ഉറപ്പോടെ എന്ന് കണ്ടുകൊണ്ട് ശിമയോനെ പോലെ പാടുവാനായിട്ട് നമുക്ക് കഴിയും. Faith sings not when everything is finished, but when we have seen just a glimpse of God's salvation. അതായത് ഇവിടെയുള്ള കാഴ്ചകളിലല്ല, മറിച്ച് വരാനുള്ള വീണ്ടെടുപ്പ് തിരിച്ചറിഞ്ഞ് പാടാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് കീർത്തനം 219 നമ്മുടെ അവസാനത്തെ വരികളിൽ നാം ഇപ്രകാരം പാടുന്നു. കീർത്തനം 219 നമുക്ക് നോക്കാം. വിശ്വാസമോട് അല്പനാളിൽ ഞാൻ പാർക്കാനുണ്ട്, യേശു കൊണ്ടുപോകുമെന്നെ തൻ പിതാവിൻ വീട്. അതായത് എന്നേശു തന്നില്ലാത്ത സ്നേഹമാർക്കും ദൈവത്തിന്റെ ഒരു സ്നേഹത്തെയാണ് നമുക്കിവിടെ ഈ പാട്ടിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ദൈവത്തിന്റെ ആ ഒരു സ്നേഹം, വിലതീരാനുള്ള സ്നേഹത്തെ നമുക്ക് ആർക്കും വർണ്ണിക്കാനായിട്ട് അല്ലെങ്കിൽ ആർക്കും അളക്കാനായിട്ട് കഴിയുന്ന ഒന്നല്ല. തൻ്റെ അടുക്കൽ ഏതൊരു കാര്യത്തിലും വരുന്ന എല്ലാവർക്കും ഒരു പ്രയാസമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നവർക്കെല്ലാം വളരെ ഒരു സാധ്യമായി കാര്യങ്ങളെല്ലാം ദൈവത്താലോ സകലതും അസാധ്യമെന്നാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ വേറൊരു വാക്കിലൂടെ തന്നെ തിരികെ ചേർന്നായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യേശുവിന്റെ സ്നേഹം ആശ്ചര്യ സ്നേഹം, യേശുവിന്റെ സ്നേഹം ആശ്ചര്യ സ്നേഹം. യേശുവിന്റെ സ്നേഹത്തെ പറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു വീണ്ടെടുപ്പിന്റെ കാഴ്ച നമ്മളിൽ എപ്പോഴെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന്. മ്യൂസിക് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്സ് നേച്ചർ. അതായത് സംഗീതം ദൈവിക ഭാവത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നമ്മളിലൂടെ ഈ സംഗീതം പുനരാവിഷ്കരിക്കുമ്പോൾ അത് വിശ്വാസബന്ധിതമാവണം എന്ന് നമ്മൾ മറന്നു പോകുന്നത്. പാപത്തിൽ താളം തെറ്റിയ ലോകത്തെ തിരികെ അതിന്റെ ക്രമത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം ലോകത്തിൽ നമ്മൾ സംഗീതമായിട്ടാണ് യേശു ക്രിസ്തുവിനെ കാണുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. ക്രിസ്തു എന്ന വിമോചന സംഗീതം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് നമുക്ക് വിശ്വാസം കാണാൻ പാടാൻ കഴിയുക. അതുകൊണ്ട് മ്യൂസിക് എന്നത് അല്ലെങ്കിൽ ഒരു സംഗീതം എന്നത് ഒരു പ്രകടനം മാത്രമല്ല, ദൈവത്തോടൊപ്പം അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം ദൈവരാജ്യ വിമോചന പ്രക്രിയയുടെ ഒരു പക്ഷം ചേരലും കൂടെയാണ്. പാടുവാനുള്ള കഴിവ് നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയത് വരത്തില്ല. ഞാനതിനെ തരത്താട്ടി പറയുന്നതല്ല. ചിലപ്പോൾ ചിലർക്ക് നല്ല രീതിയിൽ പാടാനുള്ള കഴിവുകളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ചിലർക്ക് വേറെ പല കാര്യങ്ങളിലായിരിക്കും കഴിവുകളുള്ളത്.
അത് ചിലപ്പോൾ ജന്മന കിട്ടുന്ന ആ കഴിവുകൾ എന്ന് പറയുന്നത് ഒരു യാദർശികം മാത്രമല്ല, അത് ജനകോടികൾ ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത ഒരു നിയോഗമാണ്. അത് ദൈവം നമുക്ക് ആ ഒരു കഴിവുകളെ, നമുക്ക് പാടാനായിട്ടുള്ള കഴിവുകളെ നമുക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അത് വളരെയേറെ ഒരു ദൈവത്തിന്റെ ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ലൂക്കോസ് 19:40 നമുക്ക് പറയാം. ലൂക്കോസ് 19:40 ബൈബിളില്ലേ? കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ബൈബിൾ എന്നുള്ളത് ഏറ്റവും വിശ്വാസത്തിനാണ്, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ബൈബിളെ പാഠപുസ്തകം. ലൂക്കോസ് 19:40 വായിക്കാം. അതിനെ അവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് ഉത്തരം പറയും. ഇതാണ് ഇവിടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞു. വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഒരു കൊയറിനെ സംബന്ധിച്ച് അതീവ ഗൗരവത്തോടെ നമുക്ക് അല്ലെങ്കിൽ കാണേണ്ട ഒരു ഭാഗമാണ്, ഒരു കാണേണ്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. നാം എങ്ങനെ പാടണമെന്നാൽ അതിനെ ഒരു 3 കാര്യങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ദൈവ ആത്മാവിൽ നിറയപ്പെട്ട്, അതായത് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ സാധു കൊച്ചിൻ്റെ ഉപദേശിയുടെ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു എന്താണ് ഹേർട്ട് ടച്ചിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അർത്ഥവത്തായുള്ള പാട്ടുകളൊക്കെയാണ്. രണ്ടാമതായിട്ട് കർത്താവിൽ നോട്ടം ഉറപ്പിച്ചു, കർത്താവിൽ നോട്ടം ഉറപ്പിച്ചാണ് നമ്മൾ ഒരു പാട്ടുകൾ പാടണമെന്നാണ്. മൂന്നാമതായി പറയുന്നത് ക്രിസ്തീയ ഐക്യത്തിൽ പാടാനായിട്ട് കഴിയണം. അതായത് നമുക്ക് കാണാനായിട്ട് കഴിയും, ബൈബിളിൽ കാണാനായിട്ട് കഴിയും, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ഫിലിപ്പിയരുടെ ആ ഒരു ജയിൽ തടവറയിൽ കിടക്കുമ്പോഴത്തേക്ക് ഭൂകമ്പം ഉണ്ടാവുകയും അവർ മോചിതരാവുകയും ചെയ്യുന്നതായിട്ട്. ഇപ്പം നമ്മളിന്നാണെങ്കിൽ ഇത്രയും വചനങ്ങൾ ശ്രമിച്ചു, നമ്മൾ പാട്ടുകളൊക്കെ പാടി. അപ്പം നമ്മുടെ ഇന്നത്തെ കൊയർ ഒരു ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെയും അത് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. അതായത് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊയർ റിലേറ്റബിൾ ആയിട്ട് നമുക്ക് എല്ലായ്പ്പോഴും എന്താണ് പറയുന്നത്, നമുക്ക് ബന്ധപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ കൊയറുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൊയറുകൾക്ക് നമുക്ക് അതുമായിട്ട് കൊണ്ടുപോകാനായിട്ട്, നമ്മുടെ കൊയറുകൾ ഇങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാവരും പള്ളിയിൽ വരിക, ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് വരിക, പാടുക, പോകുക, അതല്ല. ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ദാനം, അതായത് ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ അർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ കൊയർ ബെഞ്ച് നമുക്ക് ഈ ഒരു പള്ളിയുടെ ഈ ഒരു മദ്ബഹയ്ക്കും ഇവിടെയായിട്ട് നമുക്ക് സ്ഥാനം കൊടുക്കുന്നത്? മദ്ബഹയ്ക്ക് അടുത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ കൊയർ ബെഞ്ച് സ്ഥാനം കൊടുക്കുന്നത്? പറയാം, യോഹൻ പറയാം, ശ്രമിക്കുക. തെറ്റാണോ? അതായത് വേറൊന്നുമല്ല, അതായത് നമ്മൾ ആരാധിക്കുമ്പോൾ, അതായത് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരാണ്? നമ്മൾ യേശുക്രിസ്തുവിനാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോഴത്തേക്ക് ആ ഒരു മദ്ബഹയിൽ ദൈവം ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ട്. അപ്പോൾ അത് ആരാധിക്കാൻ വരുന്ന ഒരു കൂട്ടം ജനസമൂഹങ്ങളുണ്ട് നമുക്കുള്ളിൽ. അപ്പോൾ ആ ജനസമൂഹങ്ങൾക്കും ആ ഒരു ദൈവത്തെയും തമ്മിൽ ഒരു കണക്ട് ചെയ്യുന്ന ഒരു പാലം, അതൊരു ബ്രിഡ്ജായിട്ടാണ് നമ്മൾ കൊയറിനെ നമുക്ക് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു സ്ഥാനം ഈ ഒരു ഇതിന്റെ നടക്കായിട്ട് വരുന്നത്. വരുവാനുള്ള വീടുകളെ കുറിച്ച് പ്രത്യാശിക്കുന്നതായിട്ട് തീരണം നമ്മൾ ഓരോരുത്തരും. അതിനായിട്ട് സമർപ്പണത്തോടുകൂടി ഈ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യാപരിക്കട്ടെ. അപ്പോൾ ഞാൻ ഒരിക്കൽ പറയുന്നു, ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അപ്പോൾ പല തെറ്റുകളുണ്ടാകും, അത് എല്ലാവരും സന്ദേശിക്കുക. ഈ വാക്കുകൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം.
കാരണമായ യേശുക്രിസ്തുവിന്റെ ഇന്ന് ഞങ്ങൾ കൂടെ ആരാധനയും വന്ന് കൂടാൻ കൃപകളും കാര്യങ്ങളും നമ്മൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്നിവിടെ ശ്രമിച്ച വാക്കുകളായാലും ഇന്ന് ഞങ്ങളോട് അങ്ങ് സംസാരിച്ച വാക്കുകളിലൂടെയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അത് എല്ലായ്പ്പോഴും വളരെ വിലയേറിയതായി തീരുവാൻ, എല്ലായ്പ്പോഴും ഗുണകരമായി തീരുവാൻ ഇടയാകുന്നു. വെറുതെ പോകുന്നവരായിത്തീരാതെ ദൈവത്തിന് വേണ്ടി ഞാൻ നല്ല രീതിയിൽ പാടും, ദൈവത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു എന്ന് തന്നെ സ്വയമേ ഒരു ബോധ്യത്തോടെ തന്നെ എല്ലായ്പ്പോഴും ദൈവത്തിന് വേണ്ടി പാടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന നാം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.